നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് വിത്തുണ്ട. നമ്മളൊക്കെ ഒരുപാട് വനപ്രദേശത്തോട് കിടക്കുന്ന സമീപ പ്രദേശത്ത് കിടക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്, കാട്ടാൻ അതുപോലെ മറ്റ് മൃഗങ്ങളുടെയൊക്കെ. അപ്പോൾ പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ കണച്ചിപ്പരുത പാലക്കുഴി പോകുന്ന റോഡിൻ്റെ സമീപത്തോട് ചേർന്ന വനപ്രദേശത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആലത്തൂർ MLA KD പ്രസാദിൻ്റെ നേതൃത്വത്തിൽ വിത്തുണ്ട ഏറ്, അതായത് സമീപ പ്രദേശത്തെ പ്രതിഭ വായനശാല പാലക്കുഴി, സെൻറ് തോമസ് ചർച്ച് പാലക്കുഴി, 10ാം വാർഡ് കർഷകർ പാലക്കുഴി, അല്ലെ വചനഗിരി ചർച്ച്, പിട്ടുക്കാരി കുളമ്പ്, CAUP സ്കൂള് മമ്പാട്, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് വടക്കഞ്ചേരി എന്നിവരൊക്കെ ശേഖരിച്ച വിത്ത്. ഇതിൻ്റെ ഉള്ളിൽ വിത്താണ്. അപ്പോൾ നമ്മളിത് എറിയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവാം. ഇവിടെ അധികാരികളുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, നാട്ടുകാരുണ്ട്. എന്താണ് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ വിശദമായിട്ട് നേരിട്ടറിയാം. ഇനി അകത്താണ് കൂടുതൽ. ഇനി അങ്ങോട്ടറിയാം, അങ്ങോട്ടറിയാം, അങ്ങോട്ട് ഉള്ളിലേക്ക് ഇറങ്ങാം മതി. ഉള്ളിലേക്ക് ഇറങ്ങാം, ഉള്ളിലേക്ക് പോട്ടെ. വിത്തൂട്ട് പ്രോഗ്രാം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പാലക്കുഴിയിലുള്ള എല്ലാ ജനങ്ങളും സഹകരിച്ചുകൊണ്ട് അതിൽ വിത്തുണ്ട 6-7ഓളം ഗ്രൂപ്പുകളായിട്ടാണ് നമുക്ക് വിത്തുണ്ടകൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതിൽ മമ്പാട് CAUP സ്കൂളുണ്ട്, അത് സയൻസ് ഓഫ് കോളേജ് വടക്കഞ്ചേരി ഉണ്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ കർഷകരുണ്ട്, പ്രതിഭാ വായനശാല, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇവിടെ 2 പള്ളികൾ, പാലക്കുഴി സെൻറ് തോമസ് പള്ളി, അതുപോലെ തന്നെ വചനഗിരി പള്ളി. ഈ നമ്മുടെ അച്ഛന്മാർ സഹകരണത്തോടു കൂടി തന്നെ എല്ലാവരും വിത്തുണ്ടകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ ജനങ്ങളും, പാലക്കാട് എല്ലാ ജനങ്ങളും വനംവകുപ്പിനോട് വളരെ നന്നായി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിൽ ഒരു മാതൃകയാണ് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. ഈ പ്രോഗ്രാം തരുന്നതാണ്. ഇതെല്ലാം ഞങ്ങൾ വനത്തിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിയ നിങ്ങളെല്ലാവർക്കും ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഒരു വലിയ പരിപാടിയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് ഞങ്ങൾക്ക് പ്രചോദനമായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഒരു വലിയ വന്യജീവി ആക്രമണമുള്ള ഒരു പ്രദേശത്തെ പഞ്ചായത്തായിരുന്നു. അപ്പോൾ അവിടെ അവർ ഇങ്ങനെ വിത്തുണ്ട ഉണ്ടാക്കിയിട്ട് ഉൾവനങ്ങൾ നിക്ഷേപിക്കുന്ന അത് 1000 എണ്ണമാണ് ആകെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിക്ഷേപിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ അറിയുകയും നമ്മുടെ DFO നമ്മുടെ സജീവ് സാർ നമുക്ക് അയച്ചു തരികയും നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഏകദേശം 5000 വിത്തുണ്ടകളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതിന് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കി. എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയില്ല. കുറേ ആൾക്കാരെ ഒന്ന് വിളിച്ചപ്പോൾ എങ്ങനെയാണ് ഈ വിത്തുണ്ട ഉണ്ടാക്കേണ്ടതെന്ന് പോലും ആർക്കും അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ പ്രദേശത്തുള്ള ചക്ക, അതുപോലെ തന്നെ മാങ്ങ, അതുപോലെ തന്നെ കശുവണ്ടി മുതലായ നമ്മുടെ വന്യമൃഗങ്ങൾ കൂടുതലായി ഭക്ഷിക്കുന്ന ഫലവൃക്ഷങ്ങൾ മണ്ണിലുരുട്ടി ഒരു ഉണ്ടയാക്കിയിട്ട് ഉൾവനങ്ങളിൽ, അപ്പോൾ നമുക്ക് കുറേ ആശങ്കകൾ നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരെന്നോട് പറഞ്ഞായിരുന്നു, നമ്മൾ വനത്തിൻ്റെ അതിർത്തിയിലാണ് നിക്ഷേപിക്കുന്നത്, നമുക്ക് ഇതിൽ കൂടുതൽ വലിയ ദുരന്തങ്ങൾ വരുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഉദ്ഘാടനം മാത്രം MLAക്ക് സമയമില്ലാത്തതുകൊണ്ട് ഉദ്ഘാടനം മാത്രമേ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഉൾവനങ്ങളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അപ്പം ഇന്നല്ല അതിൻ്റെ പരിപാടി. നാളെ മുതൽ ബന്ധപ്പെട്ട DFO സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നാളെ മുതൽ ഉൾവനങ്ങളിൽ അത് എറിയാനുള്ള ഏർപ്പാടുകൾ ചെയ്തു വരും. എന്തായാലും നല്ലൊരു സഹകരണം ഈ നാട്ടിലെ, കാരണം കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണമുള്ള പ്രദേശമാണ് പാലക്കുഴി വാർഡ്, അതുപോലെ തന്നെ നമ്മുടെ വാർക്കുളമ്പ്, പനക്കുറ്റി പ്രദേശങ്ങൾ. ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ആണ് നമുക്ക് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മുടെ 2 ആരാധനയായ 2 വികാരിയച്ചന്മാർ ഈ പരിപാടിയിൽ നല്ലൊരു സഹകരണം, പള്ളിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു സഹകരണം നടത്തുകയുണ്ടായി. അതുപോലെ വായനശാല, പാലക്കുഴി വായനശാല നേതൃത്വത്തിൽ വിത്തുണ്ടകൾ ശേഖരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. അങ്ങനെ എല്ലാ ആൾക്കാരും നമ്മളോട് വലിയ സഹകരണം, കാരണം ഇത്രയും ഈ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇത്രയും വിത്തുണ്ടകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ച് വലിയൊരു സഹകരണമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ
ഒരു ഒത്തൊരുമയാണ്. ഇവിടെ ഇപ്പോൾ DFO പറഞ്ഞതുപോലെ വേറെ എവിടെ പോയാലും പഞ്ചായത്തും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും സഹകരിച്ചു പോകുന്ന പ്രദേശം പാലക്കുഴി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അത് നമ്മളെല്ലാവരുടെ ഒരു ഒത്തൊരുമയുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് നമുക്കിവിടെ തോന്നുന്നത്. കാരണം ഇത്രയും ജനങ്ങൾ ഈ വലിയ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് നമ്മുടെ വലിയൊരു വിജയമാണ്. ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ജനകീയമായ നേതൃത്വം നമ്മളെ ഫെൻസിങ് അച്ഛന്മാരുടെയൊക്കെ നേതൃത്വം നമ്മൾ ഫെൻസിങ് തെളിച്ചു കൊടുത്തു. ഇപ്പോൾ അവിടെ ആനശല്യമില്ല. അതുപോലെ നമ്മുടെ കർഷകരുടെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ നമുക്കിവിടെ വന്യമൃഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള എല്ലാ പിന്തുണയും നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നും നമുക്ക് കൂടുതൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റുമാണ്. അപ്പോൾ അങ്ങനെ അവർ നമ്മളുമായിട്ട് ജനങ്ങളുമായിട്ടും കർഷകരൊക്കെ ആയിട്ട് വളരെ രീതിയിൽ സഹകരിച്ചു പോകുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പ് വനംവകുപ്പ് മന്ത്രി നമ്മുടെ കുണ്ടുകാട് വന്നിരുന്നു. SRനൊക്കെ നേതൃത്വത്തിൽ പോയി വനംവകുപ്പ് മന്ത്രി കണ്ട് അന്നേരം തന്നെ അദ്ദേഹം നെന്മാറ DFO വിളിക്കുകയും അപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ് ഇടാൻ വേണ്ടി തീരുമാനം ഉണ്ടാക്കുകയും അപ്പോൾ ഇവിടെ സജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു 4 കിലോമീറ്റർ ദൂരം നമ്മുടെ ഈ ഇവിടെ മുതൽ പാലക്കുഴി പൊന്മുടി വരെ 4 കിലോമീറ്റർ ദൂരം ഹാങ്ങിങ് ഫെൻസിങ് ഇടാനുള്ള എസ്റ്റിമേറ്റ് എടുക്കുകയും അതിൻ്റെ ഓർഡർ ആയിട്ടുണ്ട്. ടെൻഡർ നടപടി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഹാങ്ങിങ് ഫെൻസിങ് നമ്മുടെ ഇവിടെ മുതൽ ഇട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു നേട്ടം നമ്മുടെ പ്രദേശത്തുകാരുടെ വന്യമൃഗശല്യം ബന്ധപ്പെട്ട് നമുക്ക് വലിയൊരു ഉപദ്രവങ്ങൾ നമുക്ക് ഒഴിവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ മൃഗങ്ങളെ കാടിനുള്ളിൽ തന്നെ നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിങ്ങനെ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം വന്യമൃഗങ്ങൾക്ക് കാടിനുള്ളിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് അവർ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം മൃഗങ്ങൾ അതുപോലെ പെരുതിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലുവാനുള്ള ഒരു മറ്റേ നിയമങ്ങൾ നമ്മുടെ കൈകളിലില്ല. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ കുറേ നിയമങ്ങൾ ഇപ്പോഴും നമ്മുടെ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വലിയ ശക്തമായ സമരങ്ങളാണ് കർഷക സംഘടന നേതൃത്വത്തിൽ നമ്മുടെ രാജ്യമൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഒരു വശത്തോട് നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശത്തെ കൃഷിയിടങ്ങളെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ വൈകിയ വേളയിലും ഇത്രയും വലിയ പ്രതികൂല കാലാവസ്ഥയിൽ എത്തിച്ച നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി കിഴക്കഞ്ചേരി പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ MLA സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വാഗത അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെയും നമുക്കെല്ലാം അറിയാവുന്നതുപോലെയും ഈ കേരളത്തിലെ മലയോര കർഷകരുടെ മാത്രമല്ല, കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി വന്യമൃഗ ആക്രമണം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം കർഷക സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നത്, വ്യത്യസ്തമായ കർഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുമായി. പക്ഷേ കർഷക സമൂഹം തിങ്ങിപ്പാർക്കുന്ന നമ്മുടേതുപോലുള്ള ഗ്രാമീണ മേഖലകളിൽ കഴിഞ്ഞ കുറേ കാലമായി ജീവിതം അതീവ ദുസ്സഹമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് വ്യത്യസ്തമായ കാര്യകാരണങ്ങളുണ്ടാവാം. പക്ഷേ കർഷകരെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് വിവിധ മാർഗങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണങ്ങൾ അത് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നതിലാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാനത്തിലെ ജനങ്ങളും ഒന്നിച്ച് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വനത്തിനു താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള വന്യമൃഗങ്ങളുടെ എണ്ണം വരുന്നു എന്നതാണ്. മറ്റൊന്ന്, വനത്തിനകത്ത് വന്യമൃഗങ്ങളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും കിട്ടുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ 2 എണ്ണത്തിൻ്റെയും കാരണം ആ കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് പരിഹരിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട്. ഒന്ന്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. അതിനിവിടെ സൂചിപ്പിച്ച നിരവധി നിയമ തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. എന്നാൽ രണ്ടാമത് പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് താൽക്കാലികമായി ഏറ്റവും വേഗതയിൽ അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുമോ എന്നതും ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വന്ന വിവിധ ഘടകങ്ങൾ, ആ ഘടകങ്ങൾ മനുഷ്യന് തന്നെ ജീവിക്കാൻ കഴിയാത്ത, അവൻ വിവിധ രൂപത്തിലുള്ള കൃത്രിമമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും അവന് ജീവൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരവസ്ഥ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാടുകളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വന്യമൃഗങ്ങളെ സംബന്ധിച്ച്
ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കാടുകളിൽ വന്നുപെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചെറിയ മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഈ വന്യമൃഗങ്ങൾക്കാവശ്യമായ തീറ്റയും വെള്ളവുമെല്ലാം ഉൾവനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിയുമോ എന്ന പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്റ്റുകളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് നേരത്തെയും പല ഘട്ടത്തിൽ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. അപ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ അത് ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. അത്രമാത്രം പ്രശ്നമെന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ബാധിച്ചിരുന്നില്ല. മലയോര ജനത മാത്രമാണ് അന്ന് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നത്. എന്നാൽ തീരദേശത്തിലെ ആളുകൾ, മറ്റു പ്രദേശത്തിലെ ആളുകൾ അതൊന്നും ഗൗനിക്കുക ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് അവരെയും ബാധിക്കുന്ന നിലയിലേക്ക് ഇത് മാറിയപ്പോൾ അവരും ഇതിൽ ബോധവാന്മാരായി മാറുകയും അങ്ങനെ സമൂഹത്തിൻ്റെ പൊതു പിന്തുണ ഈ കർഷകരുടെ, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി, വന്യമൃഗ ശല്യം നേരിടുന്നതിന് വേണ്ടിയുള്ള പൊതു പിന്തുണ നമുക്ക് ആർജിക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ പരിശ്രമം നടത്തുന്നത്. ഇവിടെ നമ്മുടെ ഇടക്കാലത്ത് നമ്മുടെ ഫോറസ്റ്റ് നയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ച ചില തെറ്റായ നയങ്ങളുണ്ടായിരുന്നു. ആ നയത്തിൻ്റെ ഫലമായി യഥാർത്ഥത്തിലുണ്ടായിരുന്ന സ്വാഭാവിക കാടുകൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെടുകയുണ്ടായി. അത് നശിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. അത് കൃഷിക്കാരേ അല്ല അത്തരം വനങ്ങളെ നശിപ്പിക്കാനുള്ള നേതൃത്വം കൊടുത്തത് എന്ന് പറയുന്നത് കൃഷിക്കാരോ ആദിമ നിവാസികളോ അല്ല. അത് ഭരണ സംവിധാനങ്ങൾ തന്നെയായിരുന്നു, ഭരണകൂടങ്ങൾ തന്നെയായിരുന്നു. കാരണം അത്തരം വനങ്ങളുടെ ഇത്തരം പ്രദേശങ്ങളിൽ മറ്റു പല സമ്പത്തും പെട്ടെന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയും എന്ന് കരുതി വലിയ പ്ലാന്റേഷനാണ് നമ്മൾ നേതൃത്വം കൊടുത്തത്. അത് ബ്രിട്ടീഷുകാരുടെ കോളനി വൽകൃതമായ രാജ്യത്ത് അവരവരുടെ സാമ്പത്തിക താല്പര്യം വെച്ച് മുന്നോട്ട് വെച്ച ഒരു പ്രൊജക്റ്റായിരുന്നു. അത് ദീർഘകാലം പിന്നീട് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഈ ലോകം അടക്കി വാണ നാളുകളിൽ അവർ ലോകത്തിലെ വിവിധ പ്രദേശങ്ങൾ കൈയടക്കിയപ്പോൾ അവിടുത്തെ നല്ല മണ്ണിനകത്ത് അവർക്ക് ഏറ്റവും വില കൂടിയ അവർക്കാവശ്യമായ മരങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ, തടികൾ ഉൽപ്പാദിപ്പിക്കാൻ അവർ നിശ്ചയിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല പ്ലാന്റേഷനുകളും രൂപപ്പെട്ടു വന്നത്. ആ പ്ലാന്റേഷൻ വന്നതോടുകൂടി തേക്ക് പോലുള്ള പ്ലാന്റേഷൻ അതിഭീകരമായ അവസ്ഥ നമ്മുടെ ഉൾവനങ്ങളിലുണ്ടായി. ഒരു ചെറിയ പാഴ്ചെടി പോലും വളരാൻ കഴിയാത്ത രൂപത്തിലുള്ള മണ്ണിനെ പ്ലാസ്റ്റിക് ഇട്ട് മൂടുന്നതിന് തുല്യമായി തേക്ക് പ്ലാന്റേഷൻ നമ്മുടെ വനങ്ങളെ നശിപ്പിച്ചു. അത്തരം വനങ്ങൾ, സ്വാഭാവിക വനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ വന്യജീവികളെല്ലാം അവർക്ക് സ്വാഭാവികമായ വനം തേടി അവർ മറ്റുതര മേഖലകളിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ചെയ്തത്. അത് പല ഭാഗങ്ങളിലായി, പല വഴികളിലൂടായി നമ്മുടെ കൃഷിക്കാരുടെ മണ്ണിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് എല്ലാം എത്തിച്ചേരുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഇങ്ങനെ സ്വാഭാവിക വനങ്ങളുടെ നാശത്തിന് കാരണക്കാർ ഇപ്പോൾ പലരും പുറത്തെങ്ങനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക, ഇത് കർഷകരുടെ കയ്യേറ്റത്തിന് ഫലമായി ഉണ്ടായതാണ്. ഒരിക്കലും കർഷകരല്ല ഈ സ്വാഭാവിക വനങ്ങളുടെ നാശത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയുന്നു. പിന്നീട് ഒരു ഘട്ടം കൂടി പിന്നിട്ടപ്പോൾ അതിഭീകരമായ അവസ്ഥയിലേക്കുമായി. തേക്ക് പ്ലാന്റേഷനിൽ നിന്ന് അത് ഇത്തരത്തിലുള്ള ഒരിക്കലും നമ്മുടെ സമീപത്ത് നട്ടുപിടിപ്പിക്കാൻ പാടില്ലാത്ത വിഷവൃക്ഷങ്ങൾ വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടുകൂടി നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അത് മാരകമായ രോഗങ്ങൾക്ക് പോലും കാരണമാകുന്ന, മനുഷ്യന് വലിയ അപകടം വരുന്ന, കാലാവസ്ഥയ്ക്ക് വലിയ ദുരന്തം കൊണ്ടുവരുന്ന അത്തരം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ പ്ലാന്റേഷൻ പ്രതലമായി ഈ കേരളത്തിലെ ഉൾക്കാടുകളെ മാറ്റുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അപ്പോൾ അത് ഭീകരമായ അന്തരീക്ഷ മലിനീകരണത്തിലും സ്വാഭാവിക വനങ്ങളുടെ നാശത്തിലേക്കും വിഷമയമാക്കി ഭൂമിയെ ആകെ മാറ്റുന്നതിനും കാരണമാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അപ്പോൾ അവിടെ നിന്നെല്ലാം പുറകോട്ട് നമ്മൾ ചിന്തിക്കാനും പഴയ രൂപത്തിൽ ഈ വനങ്ങളെ വീണ്ടെടുക്കാനുമുള്ള പരിശ്രമമാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ഫലമായി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിക്കുക. ആ വനത്തിനകത്ത് ജീവിക്കുന്ന മൃഗങ്ങൾക്ക്, പക്ഷികൾക്ക് അവർക്കാവശ്യമായ ഭക്ഷ്യധാന്യം അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന അവസ്ഥാവിശേഷമുണ്ടാക്കുക. അതിനുവേണ്ടിയാണ് ഈ പരിശ്രമം നടത്തുന്നത്. അതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഭക്ഷണം തേടി കൃഷിക്കാരുടെ കൃഷിയിടങ്ങളിലേക്ക് വരില്ല. അവർ ഭക്ഷണം തേടി നാട്ടും പ്രദേശങ്ങളിലേക്ക്, നഗരങ്ങളിലേക്ക് കയറി വരില്ല. അത് തീർച്ചയാണ്. നമ്മളാണെങ്കിലും അങ്ങനെയാണ്. മനുഷ്യനും മൃഗവും എല്ലാം പറഞ്ഞാൽ എല്ലാം ഒരു ജന്തു വിഭാഗത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ എല്ലാം ജൈവശാസ്ത്രപരമായി നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള നേരിയ രൂപഭാവ മാറ്റങ്ങളും ചിന്തയിൽ, തലച്ചോറിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, ഈ നമ്മുടെ ജനറ്റിക്കായ സ്വഭാവം എന്ന് പറയുന്നത് ഈ ജന്തു വിഭാഗത്തിൽപ്പെട്ടവരാണ്. നമുക്ക് നമ്മളെക്കുറിച്ചറിയാം. നമുക്ക് ഭക്ഷണം കിട്ടാതെ വന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക?
നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്ന മനുഷ്യൻ ഒരു പരിധി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ വന്നാൽ അത് സ്വന്തം സഹോദരനാണോ രക്ഷിതാക്കളാണോ എന്ന് നോക്കില്ല. പരസ്പരം ആക്രമിക്കുകയും ക്രാശിയുടെ വിവിധ ചരിത്രങ്ങളിൽ അത്തരം സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കിട്ടാതെ വന്നാൽ ഏത് വിഭാഗവും ജന്തു വിഭാഗത്തിൽപ്പെട്ട ഏത് ജീവിയും അത്തരത്തിലുള്ള ക്രൂരമായ നിലപാടുകളിലേക്ക് മാറും. അത് മനുഷ്യനെ പോലെ തന്നെയാണ് ഈ മൃഗങ്ങൾക്കും. ഭക്ഷണം കിട്ടാതെ ഇരുന്നാൽ അവർ വയലൻ്റ് ആവും, ഭക്ഷണം തേടി കുറേ നടക്കും. പിന്നെ കിട്ടാതെ വന്നാൽ മുന്നിൽ കാണുന്നത് അവൻ നശിപ്പിക്കും, അല്ലെങ്കിൽ മുന്നിൽ കാണുന്നവരെ അവൻ നിലംപരിശാക്കും. ഇത് എല്ലാവർക്കും ബാധകമാണ്, നമുക്കും ബാധകമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്രമണമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ നശിപ്പിക്കപ്പെട്ട ഈ അന്തരീക്ഷ മലിനീകരണമുണ്ടായി, പരിസ്ഥിതി ആഘാതമുണ്ടായി, നമ്മുടെ ഉൾക്കാടുകൾ നശിച്ചു എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ കാരണക്കാരായ മനുഷ്യൻ അതിന് പ്രതിവിധി കണ്ടെത്തുക തന്നെ ചെയ്യേണ്ടതാണ്. നമ്മളുണ്ടാക്കിയതാണ് ഈ അപകടങ്ങളെല്ലാം. നമ്മളെന്ന് പറഞ്ഞാൽ ഞാനോ നിങ്ങളോ ഉൾപ്പെടുന്ന ഈ നാട്ടിലെ കർഷകരോ കർഷക തൊഴിലാളികളോ സാധാരണ മനുഷ്യരോ അല്ല. നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചതാണ്. ലോകത്തിലെയും നമ്മുടെ രാജ്യത്തിലെയും ഇന്നത്തെ വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ച നശീകരണ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ലോകത്താകെ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കാൻ നമ്മൾ തന്നെ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘട്ടം ഇവിടെ ഉൾക്കാടുകളിൽ നമ്മൾ അവർക്കാവശ്യമായ തീറ്റ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് നോക്കിയാണ്. ഇത് വളർന്നു വരുമ്പോൾ അത് നശിക്കാതെ അത് വളർന്ന് നമ്മളൊരു 1000 വിത്തെറിയുമ്പോൾ അതിലൊരു 10 എണ്ണമെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്ന രൂപത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വളർന്ന് അത് ഫലവൃക്ഷമായി മാറുകയും ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യും. മരങ്ങൾ കുടിവെള്ളം ഉൾപ്പെടെ ഉൾക്കാടുകളിൽ ആ മരങ്ങളാണ് സംരക്ഷിക്കുകയും വന്യമൃഗങ്ങൾക്കും വനത്തിനകത്ത് താമസിക്കുന്ന മനുഷ്യർക്കുമെല്ലാം നൽകിയിരുന്നത്. അതുകൊണ്ട് അതിനാവശ്യമായ ഒരു പരിസരം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണ്. പിന്നെ രണ്ടാമത് നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ഇതിന് നിയന്ത്രണം ഉണ്ടാക്കണമെന്നതാണ്. അത് എല്ലാത്തിനെയും സംബന്ധിച്ചും എല്ലാത്തിനും ഒരു നിയന്ത്രണം സ്വാഭാവികമായിട്ടുണ്ടാവണം. പ്രപഞ്ചനീതിയാണത്. ആ പ്രപഞ്ചനീതി അനുസരിച്ച് ഓരോ വസ്തുവിനെയും ഓരോ ജീവിയെയും നിയന്ത്രിക്കാൻ പ്രപഞ്ചത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ വ്യത്യസ്ത രൂപത്തിലുള്ള ശീലങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ മൃഗങ്ങൾ വിവിധ മൃഗങ്ങളുടെ അധികമായ ഉൽപ്പാദനം തടയുന്നതിന് വേണ്ടി മറ്റ് വിവിധ മൃഗങ്ങൾ നമ്മളെ സഹായിക്കുകയാണ്. ഓരോ കൃമികീടവും ഓരോ മൃഗവും ഓരോ ജന്തു വിഭാഗവും മാനവരാശിയുടെ കൂടി നിലനിൽപ്പിനാവശ്യമായ സഹായം ചെയ്യുന്നവർ കൂടിയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടു പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു മൃഗവും ഇവിടെ പാടില്ല എന്ന നിലപാടല്ല നമ്മൾ എടുക്കുന്നത്. എല്ലാ ജീവികളും നമുക്ക് അനിവാര്യമാണ്. വിവിധ ജീവികളുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രപഞ്ചം പോകുന്നത്. പക്ഷേ ആ ജീവികൾക്കൊരു നിയന്ത്രണം വേണം. അത് അനിയന്ത്രിതമായി പോകാൻ പാടില്ല. ഇപ്പോൾ ആസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ അവരുടെ ദേശീയ മൃഗമായ കങ്കാരുവിൻ്റെ നിയന്ത്രണം, ജനന നിയന്ത്രണം അവർ നിശ്ചയിക്കുകയും അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളർന്നു വരുന്ന കങ്കാരുവിനെ അവർ കൊല്ലാൻ തീരുമാനിക്കുകയും ഓരോ വർഷവും നിശ്ചിതമായ എണ്ണത്തെ അവർ നശിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾക്കും അത്തരത്തിലുള്ള നിലപാടുകൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അത്തരം ചർച്ചകളും ഇവിടെ നടക്കുകയാണ്. അതെല്ലാം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ കാണുന്ന ഇത്തരം വന്യമൃഗങ്ങൾ, ആ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നത് ഇന്ന് ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ്റെ ചുമതലയാണ്. ആ ചുമതലയാണ് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, തെരുവ് പട്ടികൾ പലപ്പോഴും മനുഷ്യനെ ആക്രമിക്കാൻ വരുന്നത് ആക്രമണശീലമുള്ളവരായി നമ്മുടെ തെരുവ് നായ്ക്കൾ മാറ്റപ്പെട്ടത് അവരുടെ ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റവും അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയും അതിൻ്റെ പെരുപ്പവും എല്ലാം നമ്മൾ തെരുവുകളിൽ അനുഭവിക്കുകയാണ്. ഇത് വന്യമൃഗങ്ങളുടെ ഭാഗത്തും ഈ രൂപത്തിലുള്ള ആക്രമണം. അപ്പോൾ രണ്ട് വശത്തു നിന്നും ആക്രമിക്കപ്പെടുന്നവരായി ഈ കേരളത്തിലെ മനുഷ്യർ, ഇന്ത്യയിലെ മനുഷ്യർ, ലോകത്ത് ഇത്തരം ശല്യം ഏറ്റുവാങ്ങുന്ന മനുഷ്യരെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ വിപുലമായ ചർച്ച ലോകത്താകെ നടക്കുന്നത്. അതിന് മാതൃക കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ വന്യജീവി സംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നല്ല കർഷക കൂട്ടായ്മ, നല്ല ജനവിഭാഗങ്ങളുടെ കൂട്ടായ്മ ഈ പ്രദേശത്തുണ്ട് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതെല്ലാവർക്കും മാതൃകയാണ്. ഈ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക, ഈ മനുഷ്യൻ്റെ ഭൂമിയും അവൻ്റെ ജീവനും സ്വത്തിനും എല്ലാം സംരക്ഷണ കവചം ഒരുക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി നടപ്പാക്കപ്പെടുന്ന ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്ന എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
നമ്മളുടെ മലയോര മേഖല ഇന്ന് വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ ശല്യം, കാട്ടുപന്നിയുടെ ശല്യം, കുരങ്ങിൻ്റെ ശല്യം, അങ്ങനെ പലതരത്തിലുള്ള ശല്യങ്ങൾ നമ്മുടെ മലയോര കർഷക മേഖല നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരു ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിലും നമ്മൾ പലവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആലോചിച്ച് ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ്. ഇതിനായി 10 പ്രധാന ദൗത്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. വനത്തിനുള്ളിൽ തന്നെ ഈ ജീവജാലങ്ങൾക്ക് അവയ്ക്കിഷ്ടപ്പെട്ട സസ്യങ്ങൾ, പഴങ്ങളും വെച്ചുപിടിപ്പിക്കുന്ന ഒരു ഉദ്യമമാണ് നമ്മൾ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് PG ഡിവിഷനിൽ ഏകദേശം 1 ലക്ഷം വിത്തുണ്ടകളാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് വനത്തിനുള്ളിൽ. അതിൻ്റെ ഒരു 10% മുളച്ച് ചെടികളായി വന്നു കഴിഞ്ഞാൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ഉണ്ടാകും. ഇതിനുള്ള ഒരു ചെറിയ ശ്രമമാണ്, എളിയ ശ്രമമാണ് നമ്മുടെ ഈ പാലക്കുഴി ഗ്രാമത്തിൽ ഇന്ന് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും അധികം വനം വകുപ്പുമായിട്ടും സർക്കാരുമായിട്ടും സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മാതൃകാ ഗ്രാമമാണ് ശരിക്കും പാലക്കുഴി കർഷക ഗ്രാമം. എനിക്കിത് പറയുന്നതിൽ അഭിമാനമുണ്ട്. എന്താണെങ്കിൽ ഇവിടെയാണ് ഏറ്റവും അധികം സഹകരണത്തോടുകൂടി വനം വകുപ്പും ജനങ്ങളും ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. അതിന് നമ്മുടെ ജസ്റ്റിനച്ഛനും ഹെൽബിനച്ഛനും മറ്റുള്ള എല്ലാവരും അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായിട്ട് നമുക്ക് കൂടെയുണ്ട്. കൂടെ നമ്മുടെ പഞ്ചായത്ത് അധികാരികളും എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടായ്മയോടുകൂടി ഒരു പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് അതിന് വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്യുന്നതിനും അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന പാലക്കുഴി നിവാസികൾക്ക് എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ എല്ലാ സഹകരണങ്ങളുമായിട്ട് നമ്മുടെ MLA നമ്മുടെ കൂടെയുണ്ട്, മെമ്പർ കൂടെയുണ്ട്, അച്ഛന്മാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ അച്ഛന്മാരുടെ പ്രസംഗമാണ് ഒട്ടും സഹിക്കാൻ മേലാത്തത് എന്നുള്ളൊരു ആരോപണം ഉള്ളതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിലേക്ക് ഒന്നും ആശംസ വലിയ നീട്ടിപ്പിടിച്ച് പറയാനൊന്നുമില്ല. ഞാൻ ഇവിടെ ആയിരിക്കുന്നതിന് മുമ്പ് എടത്തനാട്ടുകര, മണ്ണാർക്കാട് മലപ്പുറത്തിൻ്റെ ബോർഡറിൽ എടത്തനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് 9 വർഷം താമസിച്ചാണ്. ഇതേ അവസ്ഥ തന്നെ, ഒരു മലയോര മേഖല, ഇതുപോലെ ആളുകളുടെ കഷ്ടപ്പാട്. ആന ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, മയിലും പിന്നെ ഈ പറയുന്ന മറ്റ് എല്ലാ വന്യജീവികളും ഇറങ്ങി ബുദ്ധിമുട്ടും ജീവന് ഭീഷണിയും കാർഷിക മേഖല തകരുന്നതും. ഞാൻ DFOട് പറയായിരുന്നു, ഇത് മാത്രമാണ്, നമ്മൾ ഈ കാർഷിക മേഖല തകരുന്നത് മാത്രമല്ല, ഇവിടെ അല്ലാതെയും കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനകത്തിപ്പോൾ ജനപ്രതിനിധികൾക്കോ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ മേഖലയിലുള്ള പല യുവാക്കളുടെ, അതായത് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്തവരുടെ കുറേ പ്രശ്നങ്ങൾ ഈ കാട് കയറി വരുമ്പോൾ, ഈ റോഡ് കയറി വരുമ്പോൾ ഇവിടെ കാണുന്ന ബോർഡുകൾ കാണുമ്പോൾ ഏതെങ്കിലും മാതാപിതാക്കൾ അവരുടെ പെൺമക്കളെ ഈ ആനയ്ക്കും പുലിക്കും തീറ്റയായിട്ട് കൊടുക്കില്ല. അവരാരും ഇവർ കല്യാണം കഴിക്കുന്നില്ല. ഇനി വിവാഹം കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ആശുപത്രി, പെട്ടെന്ന് ഒരു അപകടം പറ്റിയൊരു ആശുപത്രി, ഇപ്പോൾ ACC ഒക്കെ വന്നു എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ആശുപത്രിക്ക്, വിദ്യാഭ്യാസത്തിന്, എല്ലാ കാര്യത്തിനും ഈ മല ഇറങ്ങി താഴേക്ക് പോകണം. അപ്പോൾ ഇത് ഗ്രാമമാണ്, ഇത് ഗ്രാമമായിട്ട് തന്നെ നിലനിൽക്കുകയുള്ളൂ. ഇതൊരു പട്ടണമായിട്ട് രൂപാന്തരപ്പെടാനുള്ള സാധ്യതകളൊന്നുമില്ല. എങ്കിലും അത്യാവശ്യ ജീവിത സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. റോഡുണ്ട്, വലിയ പരിക്കില്ലാത്ത റോഡുകളുണ്ട്, വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ മലയോര മേഖലയിൽ താമസിച്ച വന്യമൃഗങ്ങളുടെ ഉപദ്രവം. അതിനിപ്പോൾ DFO പറഞ്ഞതുപോലെ ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരമൊന്നുമില്ല. ഇപ്പോൾ ഒരു വലിയ ബുദ്ധിമാനായിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടി കടലിൽ നിന്നിട്ട് ഒരു കക്ക ഉപയോഗിച്ച് കടലിലെ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കുകയാണ്. എന്താ നീ ചെയ്യണത്? ഞാൻ കടൽ പറ്റിക്കുകയാണെന്ന് പറഞ്ഞു എന്ന് പറയുന്ന പോലെ, ഇനിയിപ്പോൾ നമ്മൾ എറിഞ്ഞ് വിത്തുകൊണ്ട് എല്ലാം മുളച്ചിട്ട് എല്ലാം ആയാലും ഇപ്പോഴും കടുവയ്ക്കും പുലിക്കുള്ള തീറ്റ ആയിട്ടില്ല. അതിന് നമ്മളെ തിന്നേണ്ടി വരും. അതായത് അവർക്ക് നോൺ വെജ് ആണല്ലോ, അവർ ഈ സസ്യങ്ങൾ തിന്നില്ല. അവർക്ക് തിന്നാനുള്ളതിനുള്ളത് നമുക്ക് ഇനിയിപ്പോൾ ഇനി ഈ പറയുന്ന ആട്ടുകുഞ്ഞുങ്ങളെ, മൊയിലും കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാട്ടിൽ വളർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നിരന്തരമായിട്ട് വന്യമൃഗങ്ങളുടെ ശല്യം മലയോര മേഖലയിൽ ഉണ്ടാകും. ഇപ്പം ചെയ്തിരിക്കുന്നതൊന്നും ഒരു ശാശ്വത പരിഹാരവുമല്ല. പക്ഷെ എന്താണ് വേണ്ടത്? ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, ടൗണിൽ താമസിക്കുന്നവർക്ക് ഇതൊരു വിഷയമേ അല്ല. ഇനി ടൗണിൽ എന്നാണ് ഈ ആന ഇറങ്ങുന്നത് അപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ പൊതുവിൽ ഇത് ഗ്രാമാന്തരീക്ഷത്തിൽ മലയോര മേഖലയിലുള്ളവരുടെ മാത്രം പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഗ്രാമത്തിലുള്ളവർ, ഈ മലയോര മേഖലയിലുള്ളവർ ജാതി, മതം, രാഷ്ട്രീയം, അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യർ ഒന്നിച്ചു നിൽക്കണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ മനുഷ്യൻ ഒന്നിച്ചു നിൽക്കുക. അവനെ കൊണ്ട് ഈ സർക്കാർ, അതായത് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ വനം വകുപ്പ്, അതുപോലെയുള്ള സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നമ്മളെ കൊണ്ടാകുന്നത് ചെയ്യുക. അല്ലാണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യണത് ഒന്നും ഒരു ശാശ്വത പരിഹാരമല്ല. ഫെൻസിങ് ശാശ്വത പരിഹാരമല്ല. ട്രെഞ്ച് കുഴിക്കണത് ശാശ്വത പരിഹാരമല്ല.
അല്ലെങ്കിൽ ഈ പറയുന്ന വിത്തുണ്ട നമ്മൾ എറിഞ്ഞു, അത് മുളയ്ക്കട്ടെ, അത് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ. പക്ഷെ അതും ഒരു ശാശ്വത പരിഹാരമല്ല. വന്യമൃഗങ്ങൾ ഇനിയും വരും. കാരണം ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ ഉദ്ഘാടകനായിട്ടുള്ള ബഹുമാനിട്ട MLA പറഞ്ഞതുപോലെ ഇതിങ്ങനെ പെറ്റുപെരുകയാണ് ഈ പറയുന്ന മൃഗങ്ങൾ. അതിനെ കൊല്ലാനൊന്നും നമുക്ക് നിവൃത്തിയില്ല. മനുഷ്യൻ എന്ന് കൊടിയേറി ഇങ്ങോട്ടൊക്കെ വന്നോ അന്ന് തൊട്ട് ഈ പ്രശ്നങ്ങളുണ്ട്. കുറേ പ്രശ്നങ്ങൾ ആളുകൾ തന്നെ പരിഹരിച്ചിരുന്നു. കാരണം ആളുകളുടെ കയ്യിൽ തന്നെ ആയുധങ്ങളുണ്ടായിരുന്നു. ആന വരാതിരിക്കാനുള്ള വഴികളൊക്കെ അവർക്ക് അറിയാമായിരുന്നു, അത് ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആനകളും ഈ പറയുന്ന വലിയ ഉപദ്രവങ്ങളൊക്കെ പണ്ട് കാലത്തുണ്ടെങ്കിലും അത് കുറവായിരുന്നു. നായാട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ശാശ്വത പരിഹാരമല്ല. പക്ഷെ ഇതൊരു ഞാനും അച്ഛനും കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചു. അച്ഛനും ഞാനും ഒരുമിച്ച് പങ്കുവെച്ച ആശങ്ക ആളുകളുടെ ഇടയിലുണ്ട്. അതായത് ഇവിടെ നിന്നിട്ട് വിത്തുകൊണ്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഇതെല്ലാം ഇവിടെ തന്നെ മുളച്ച് ഇതെല്ലാം കൂടി തിന്നാനായിട്ട് ഇങ്ങോട്ട് വരില്ലേ? ഇത് വന്യമൃഗങ്ങൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് വായോ ഇങ്ങോട്ട് വായോ അടുത്തേക്ക് വായോ എന്ന് പറയുന്നത് പോലെ ആകില്ല എന്ന് ചോദിച്ചപ്പോൾ ഉദ്ഘാടനത്തിന് മാത്രമേ ഇതിങ്ങനെ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഉൾക്കാട്ടിലാണ് പോയി എറിയുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യണം. അതൊരു ആശങ്കയാണ് സാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ ആശങ്കയുണ്ട്. വേലിക്ക് സാധനം വലിച്ചെറിഞ്ഞിട്ട് ഇത് നാളെ ഇതെല്ലാം കൂടെ ഇനിയൊന്നും വലിച്ചെറിയുന്നില്ലെന്ന് ചോദിച്ചാൽ ആന ഇങ്ങോട്ട് വന്നാലോ അത് കഴിക്കാനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ആശങ്കയാണ്. ഇവിടെയുള്ള എല്ലാ മനുഷ്യരോടും, ഞാനിവിടെ നിൽക്കുന്ന എല്ലാവരും മനുഷ്യരായിട്ടാണ് കാണുന്നത്. ഇവിടെ ഞാൻ ക്രിസ്ത്യാനി ഹിന്ദു ഒന്നും കാണുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്നറിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകുമ്പോൾ ആന വന്നിട്ട് സോറി സാർ ഞാൻ ഇപ്പുറത്തോടെ പൊക്കോളാം എന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ആന വരുമ്പോൾ അതിനിപ്പോൾ എന്ത് ജാതി മതം, എന്ത് രാഷ്ട്രീയം, ഏത് ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരാണോ ഒന്നും നോക്കിയിട്ടല്ലല്ലോ വന്യമൃഗങ്ങൾ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജനകീയ വിഷയമാണ്. ഇതൊരു സമൂഹത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ വിഷയമാണ്. നമ്മൾ മലയോര മേഖലയാണ് താമസിക്കുന്നത്. അല്ലാതെ തന്നെ 100 പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതിന് കൂടെ നമ്മൾ എന്നും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് തന്നെ നമ്മളെ മനസ്സിലാക്കുക, പരസ്പരം സഹായിക്കുക, ഒരുമിച്ച് നിൽക്കുക. ഇതിനെ സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ 10% ഈ വലിച്ചെറിയുന്ന ഈ വിത്തുണ്ടകളിൽ ഒരു 10% മുളച്ചു വന്ന് അത് വൃക്ഷങ്ങളാവുകയും അതിൽ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ കുറേ വന്യമൃഗങ്ങളെങ്കിലും അവിടെ തന്നെ തങ്ങും, ഇങ്ങോട്ട് വരില്ല എന്നുള്ള വലിയൊരു പ്രത്യാശയോടെ നമുക്ക് ഈ ഒരു ഉദ്യമത്തിൽ പങ്കുചേരാം. പറയാനുള്ളത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അതായത് നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഗവൺമെൻറ്റുകൾക്കൊക്കെ ഇതിനകത്ത് കുറേ പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിന് അതീതമായി, മറ്റെല്ലാത്തിനും അതീതമായി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഈ സർക്കാർ വകുപ്പുകളോട്, പ്രത്യേകിച്ച് വനം വകുപ്പിനോട്, അവരുടെ ഈ പറയുന്ന ആശയങ്ങളോട് സാധ്യമായ രീതിയിലൊക്കെ സഹകരിച്ച് ഒരു ജനകീയമായ കൂട്ടായ്മയോടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കാനായാലും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ റിസർവ് ഫോറസ്റ്റിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഏറ്റവും കൂടുതലുള്ളത് ഈ പ്ലാന്റേഷനാണ്. മാഞ്ചിയോ, മക്കേഷ്യ, അതുപോലെ തന്നെ തേക്ക് പ്ലാന്റേഷന്, ഇങ്ങനെയുള്ള ഒട്ടനവധി ബ്രിട്ടീഷുകാരും വിദേശികളും കൊണ്ടുവന്ന പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകൾ മുറിച്ച് ഇനി യാതൊരു വർഷവും അതുപോലെ പ്ലാന്റുകൾ ചെയ്യാതിരിക്കുകയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് വെച്ച് മൃഗങ്ങൾക്ക് തിന്നാനുള്ള വെച്ച് പിടിപ്പിച്ചാൽ ഒരു പരിധി വരെ ഇതിന് പരിഹാരം കാണുമെന്നുള്ള കാര്യം സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ചീറ്റപ്പുലിയെ വിദേശത്ത് നിന്ന് കോടികൾ മുടക്കി ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിഹാരം കാണാൻ വേണ്ടി അധികമായി വരുന്ന കാടിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള മൃഗങ്ങളെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് അധികമായി വരുന്ന ഈ മൃഗങ്ങളെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്താൽ നമുക്ക് നല്ല പൈസ കിട്ടും. ഇവിടെ ഫെൻസിങ് ഇടാൻ സാധിക്കും. കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സജീവമായിട്ട് ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, കർഷകർക്ക് ഇപ്പോൾ ഈ പറഞ്ഞാലും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ബഹുമാനപ്പെട്ട DFO രഞ്ജിത് സാറിനോട് അപേക്ഷിക്കുകയാണ്. സമയബന്ധിതമായിട്ട് അവർ അപേക്ഷ തന്ന ആരും അങ്ങനെ ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നില്ല. ഇഷ്ടംപോലെ കൃഷികൾ നശിക്കുന്നുണ്ട്. അപേക്ഷ കൊടുത്താൽ സമയബന്ധിതമായിട്ട് അവർക്ക് നഷ്ടം പരിഹാരത്തിനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട MLAയും കൂടി നടപടി സ്വീകരിക്കണമെന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 200ഓളം വിത്തുണ്ട 10 ഫലഭൂഷ്ടമായ ഈ ഫ്രൂട്ട്സിൻ്റെ വിത്തുകൾ തയ്യാറാക്കിക്കൊണ്ട് 200ഓളം കൊണ്ടുവന്നു. ഇനിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തൈകളുണ്ട്. ഈ ചാമ്പയുടെയൊക്കെ വലിയുള്ള ചാമ്പയുടെയൊക്കെ തൈകളും അതുപോലെയൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അതുപോലെ ആത്തക്കാടെ, അതുപോലെ പേരക്കാടയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 3 സൈസ് പേരക്കാടയൊക്കെ വലിയത് ഉണ്ടാകുന്നത്, കുരു കുറവുള്ള പേരക്കാട വരെ ഞാൻ വിത്തുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഉൾക്കാട്ടിലേക്ക് എറിയാം. ഇനി ഈ സംരംഭത്തിന് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് നല്ല തയ്യാറാക്കി കൊണ്ടുവന്ന ഇങ്ങനെയുള്ള പ്ലാനുകൾക്ക് കർഷകരെന്നുള്ള രീതിയിൽ, സാധാരണക്കാരെന്നുള്ളത്, കർഷക തൊഴിലാളി എന്നുള്ളത് ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാകും. നമുക്കൊന്നിച്ച് ഏകോപന സഹോദരന്മാരെ പോലെ നമ്മൾ ഇതിനു വേണ്ടി പോകാം. കാട് നിലനിൽക്കണം, മൃഗങ്ങൾ നിലനിൽക്കണം, മനുഷ്യർ നിലനിൽക്കണം, നമുക്കെല്ലാവർക്കും നിലനിൽക്കണം. പക്ഷേ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് നമുക്ക് ഒരു പ്രൊസീജർ പ്ലാൻ ഉണ്ടാക്കി നല്ലൊരു സഹകരിക്കുന്ന ഒരു DFO സാറാണ് വന്നിരിക്കുന്നത്. പുതിയ ആളായിട്ട് മാറി വന്നിരിക്കുന്നതാണ് ഇവിടെ. നമുക്ക് ഈ നെന്മാറ DFO ഡിവിഷനുമായിട്ട് നമുക്ക് ബന്ധത്തെക്കാൾ ഉപരി ഇവരുമായിട്ട് ബന്ധത്തിൽപ്പെടുകയും നമുക്കുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിനും നമുക്കുണ്ടാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി ഫെൻസിങ്ങോ ട്രെഞ്ചോ ഒക്കെ കീറി സഹകരിക്കാനും പ്രത്യേകിച്ച് പോപ്പിയുടെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാവിധ ഭാഗഭാഗത്വം വെക്കാനും എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് കണ്ടത്, ഇന്ന് വളരെ ദൂരം യാത്ര ചെയ്താണ് ഈ പ്രദേശത്ത് എത്തിയത്. നമ്മൾ പാലക്കുഴി കണച്ചിപ്പരുത്ത ഭാഗത്തുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വന്ന് വാർത്തകളൊക്കെ ചെയ്യും. വിത്തുണ്ട എറിയൽ, അതായത് വിത്തുണ്ട ശേഖരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്കൂൾ കുട്ടികൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പ്രതിഭ വായനശാല, സെൻറ്റ് തോമസ് ചർച്ച്, 10ാം വാർഡിലെ കർഷകർ, വചനഗിരി ചർച്ച്, പട്ടുക്കാരിക്കുളം CAUP സ്കൂൾ, മമ്പാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്നീ സ്ഥാപനങ്ങളിലൊക്കെ കൂടിയിട്ട് 5000-ഓളം വിത്തുണ്ടകളാണ് ഇവിടെ ശേഖരിച്ച് നൽകിയിരിക്കുന്നത്. പീച്ചി വൈൽഡ് ലൈഫിൽ ഏകദേശം 1 ലക്ഷത്തോളം വിത്തുണ്ടകളാണ് എറിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വനപ്രദേശത്തെ ആളുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ശക്തരാണ്. അതായത് എന്തും ചെയ്യാൻ സന്മനസ്സുള്ളവരാണ്, പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ ഒരു പക്ഷേ എന്താ പറയുക, വനത്തിനൊക്കെ ഉള്ളിൽ അല്ലെങ്കിൽ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നാട്ടിൻപുറത്തുള്ള അല്ലെങ്കിൽ ടൗണിൽ താമസിക്കുന്നവർക്കൊന്നും എന്താ പ്രത്യേകിച്ചൊരു ഇതിനെക്കുറിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ആരും ഇടപെടില്ല. പക്ഷേ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ സമീപകാലത്തായിട്ട് വെളിച്ചെണ്ണയ്ക്ക് 400 രൂപ കടന്നു. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കൂടുതലൊക്കെ കർഷകർ അല്ലെങ്കിൽ കൃഷിയൊക്കെ ഉള്ളു. അപ്പോൾ അതൊക്കെ കൂടി വരികയാണ്. നമുക്കിപ്പം ഒരു ചേട്ടനുണ്ട്. നമസ്കാരം ചേട്ടാ. ഈ ഒരു സർക്കാർ ഇങ്ങനെ സംവിധാനം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ആശങ്ക എങ്ങനെയൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്? നമ്മുടെ ആശങ്ക എന്നും ഞങ്ങളുടെ ആശങ്ക. കാരണം ഈ മലയിൽ എപ്പോഴും വന്യജീവിയുടെ വലിയൊരു വിഷയമാണ്. ഞങ്ങൾക്കൊരു കോഴി, പണ്ടൊക്കെ ഒരു വിഷയമില്ലായിരുന്നു. ഇപ്പോൾ ഒരു കോഴി ഇവിടെ വളർത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഒരു കോഴി പോയിട്ട് പോയി യാതൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. മുറ്റത്ത് വന്ന് മാൻ നിൽക്കുക. പന്നി ശല്യം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മുറ്റത്ത് വരെ പന്നി, അത് ഒരു പന്നിയല്ല, കൂട്ടമാണ് വന്നിരിക്കുന്നത്. ഈ മല ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. മാത്രമല്ല എല്ലാത്തിനും വില കൂടുക. ഇപ്പം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതം ഒരു ദിവസം നീക്കുക എന്ന് പറയുന്നത് വളരെയേറെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇനി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജീവിക്കാതിരിക്കാൻ പറ്റിയല്ലോ, മരിക്കാൻ പറ്റിയല്ലോ, ജീവിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങ് ജീവിച്ചു പോവുക. വളരെയേറെ കഷ്ടങ്ങൾ സഹിച്ചായി. അതോ നീ മലയോ ഇവിടെയൊക്കെ കയറുമ്പോൾ അന്ന് ഞങ്ങളൊക്കെ വരുമ്പോൾ 7 കുടുംബമാണ് ഉള്ളത്. വന്യജീവി ഇതുപോലെ ശല്യമില്ലായിരുന്നു. ഇപ്പോൾ എന്ത് വേണ്ടിയോ ആന വീടിൻ്റെ മുറ്റത്തൂടിയാണ് നടക്കുന്നത്. പേടിച്ച് വിറച്ച് പ്രാണൻ എപ്പോൾ പോകുന്നറിയത്തില്ല. ആ ഒരു കണ്ടീഷനിലാണ് ജീവിക്കുക. ഇതാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും ഇവരൊക്കെ പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എന്താ പറയുക, ഈ വിത്ത് കാട്ടിലെത്തി മുളച്ച് വലിയൊരു മരമായി ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടല്ലേ? എന്താണ് ശല്യം? ഇതിലൂടെ പരിഹാരങ്ങൾ കാണട്ടെ. പിന്നെ രാത്രി പകല് വലയേണ്ട കുരങ്ങ് എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഒരു പരിഹാരം നിങ്ങളൊക്കെ കൂടി ഇതിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. അരച്ചു കൂട്ടാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്യണം പിന്നെ? എന്തായാലും ഈ വിത്തുകളൊക്കെ കാട്ടിൽ എറിയുന്നത് മൂലം കുറെ ശല്യങ്ങളൊക്കെ അങ്ങോട്ട് പോട്ടെ അല്ലേ? അതെ, ഇവരൊക്കെ ജോലി കഴിഞ്ഞ്, സാറുമാരൊക്കെ സൂചിപ്പിച്ച പോലെ ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന സാഹചര്യമാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ്. അതായത് നാടിന്റെ ഒരു പ്രശ്നം അല്ലേ? നാടിന്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. എന്താണ് പേര്? എൻ്റെ പേര് സാബു, പാലക്കുഴി. ആനശല്യം, കുരങ്ങ്, മലയണ്ണാൻ, മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മൾ. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വിത്തുണ്ട ഉണ്ടാക്കി അറിയാം. എന്തായാലും ആവുന്നില്ല. എന്തായാലും ട്രൈ ചെയ്യാം. ഫോറസ്റ്റുകാരുടെ കൂടെ നമ്മളും കൂടിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നിൽക്കുന്നത് കണച്ചിപ്പരുത പാലക്കുഴി റോഡിലാണ്. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അപ്പോൾ ഏകദേശം പീച്ചി വൈൽഡ് ലൈഫിൽ ഏകദേശം 1 ലക്ഷത്തോളം വിത്തുണ്ടകൾ നിക്ഷേപിക്കാനാണ് തയ്യാറായിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഏകദേശം 5000-ഓളം വിത്തുണ്ടകളാണ് ഈ പ്രദേശത്ത് വിവിധ സംഘടനകൾ ചേർന്ന് ഫോറസ്റ്റുമായി ചെയ്ത് MLA KD പ്രസാദനാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. കാടിൻ്റെ പ്രശ്നം ഒരു നാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടത് ഈ വാർത്ത ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിൽ ഉള്ളവർ, അതേപോലെ ടൗണിലൊക്കെ താമസിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നാടിൻ്റെ പ്രശ്നം ഒരു നാടിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇവർക്കൊപ്പം നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് ഇനിയും കാണാം. അതിനായിട്ട് നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.